ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മുടെ സജീവമായ ശ്രദ്ധ കവർന്നെടുത്ത അത്യന്തം മനോവേദനയുണ്ടാക്കുന്ന ചില റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കുകയും വളരെ ഗൗരവത്തോടുകൂടി അതിനെ കാണുകയും വളരെ ആലോചനാപൂർവം അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആരായുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു 3-4 വാർത്തകൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി അത് നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രതികൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളാണ്. ഒന്ന്, ഇന്ന് എന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു വാർത്തയാണ്. ഒരു സിനിമാശാലയിൽ നിന്ന് തട്ടമിട്ട മഫ്തയിട്ട ഏതാനും പെൺകുട്ടികൾ ഇറങ്ങി വരികയാണ്. അവർ സ്കൂളിലേക്ക് പോയതാണ്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് യൂണിഫോമും മറ്റും ധരിച്ച് ക്ലാസ്സിന് പോയവരാണ്, സ്കൂളുകളിലേക്ക് പോയവരാണ്. എന്നാൽ അവർ സ്കൂളിൽ എത്തുന്നതിന്റെ പകരം അതല്ലെങ്കിൽ അതിന്റെ ശേഷം കൃത്യമായി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വളരെ കൃത്യമായി തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ട സമയത്ത് തിരിച്ചെത്തുകയും ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ അവർ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഇടങ്ങളിലേക്കുള്ള കൃത്യമായ ഒരു വിലയിരുത്തലായിരുന്നു ആ ഫോട്ടോ. മഫ്തയണിഞ്ഞ നമ്മുടെ പെൺകുട്ടികൾ ഒരു സിനിമാശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു രക്ഷിതാവ് വളരെ മനോവേദനയോടുകൂടി ഫോട്ടോയിൽ പകർത്തി. അതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ച ഒരു വാർത്ത. മറ്റൊന്ന്, 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ സമുദായത്തിലെ ആളുകൾ ധാരാളമായി പങ്കെടുത്ത മഫ്തയും തട്ടവുമൊക്കെ ഇട്ട മുതിർന്ന പെൺകുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് അവരുടെ പഠനത്തിന്റെ അധ്യയന വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം പങ്കുവെക്കുന്ന സെൻഡ് ഓഫ് നടുറോട്ടിൽ ആൺകുട്ടികളുടെ കൂടെ നടന്ന് അവർ നൃത്തമാടുകയും അതുപോലെ തന്നെയുള്ള പല രൂപത്തിലുള്ള വൃത്തികെട്ട സംസ്കാരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മറ്റൊരു വാർത്തയും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുകയുണ്ടായി. മൂന്നാമത്തൊരു വാർത്ത എന്നെ സ്വാധീനിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅയുടെ സമയത്ത് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളിൽ പലരും, പുരുഷന്മാരെല്ലാം ജുമുഅക്ക് പോകുന്ന ആ സമയത്ത് നമ്മുടെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ അന്യമതക്കാരായ കാമുകന്മാരുടെ കൂടെ കാറിൽ കയറി പോവുകയും ചുറ്റിക്കറങ്ങുകയും ജുമാ കഴിഞ്ഞ് ആളുകൾ തിരിച്ചെത്തുന്ന സമയം നോക്കി, കറക്റ്റ് സമയം നോക്കി ആ കാമുകന്മാർ അവരെ തിരിച്ച് ഇറക്കി വിടുകയും ചെയ്യുന്ന അത്യന്തം ദയനീയമായ, വേദനാജനകമായ മറ്റൊരു ഫോട്ടോയും അതിന്റെ റിപ്പോർട്ടുമായിരുന്നു മൂന്നാമത്തെ സംഗതി.
നാലാമതെന്നെ സ്വാധീനിച്ച മറ്റൊരു റിപ്പോർട്ട്, ഇതൊക്കെ ഈ 2 ദിവസങ്ങൾക്കുള്ളിലാണ്. ഒരു സ്ഥാപനത്തിലെ അഥവാ ഒരു ആർട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥി പങ്കുവെച്ച ഒരു വേദനയാണ്. ഒരു വിദ്യാർത്ഥിനി അവരെഴുതുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കോളേജ് പരിസരത്ത് കാണുകയുണ്ടായി. ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ കുറിപ്പാണ്. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കോളേജ് പരിസരത്ത് കാണുകയുണ്ടായി. എന്നിട്ട് ആ കുട്ടി എഴുതുന്നു, കോളേജ് കഴിഞ്ഞ് ബസ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ കോളേജിനോട് അല്പം മാത്രം അകലെ 3 മുസ്ലിം പെൺകുട്ടികൾ ഒരു കാറിൽ വന്നിറങ്ങി. അവര് റോഡ് മുറിച്ച് കിടക്കുന്നതോടൊപ്പം കാറിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നു. കാറ് എന്റെ മുമ്പിലൂടെ കടന്നുപോയി. കാർ എന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കാറിലേക്ക് ശ്രദ്ധിച്ചു. കാറിൽ 23, 24 വയസ്സ് തോന്നിക്കുന്ന 3 ചെറുപ്പക്കാരെയാണ് ഞാൻ കണ്ടത്. 3 പേരും പരസ്പരം വലിയ ആഹ്ലാദം പങ്കുവെക്കുന്ന തിരക്കിലാണ്. കാറ് പോയ ശേഷം ഞാൻ ആ പെൺകുട്ടികളെ നോക്കി. 3 മുസ്ലിം കുട്ടികൾ. കോളേജിൽ പലപ്പോഴും ആൺകുട്ടികൾക്കൊപ്പം കാണാറുള്ള ഒരുവൾ അവരിൽ ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം കോളേജിൽ അതൊരു അസാധാരണ കാഴ്ചയല്ലെങ്കിലും മുസ്ലിം കുട്ടികളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ പല നല്ല സഹോദരന്മാരും വേദന പങ്കുവെക്കാറുണ്ട്. അതിനർത്ഥം അമുസ്ലിം പെൺകുട്ടികളെ അത്തരം സാഹചര്യത്തിൽ കണ്ടാൽ വേദന ഇല്ല എന്നല്ല. അവർക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന മദ്രസ പഠനം ലഭിക്കുന്നില്ലല്ലോ. ഇതാണ് ഒരു പെൺകുട്ടിയുടെ സുദീർഘമായ, ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയുടെ ഒരല്പം സുദീർഘമായ ഒരു കുറിപ്പിന്റെ ഒരു ഭാഗം. സഹോദരന്മാരെ, വേദനിക്കാനും നെടുവേർപ്പിടാനും നൊമ്പരപ്പെടാനും മാത്രം വിധിക്കപ്പെട്ടവരാണോ ഈ സമുദായം? എന്തു പറ്റി നമ്മുടെ മക്കൾക്ക്? എന്താണ് നമ്മുടെ സമുദായത്തിലെ മെമ്പർമാർ ഇങ്ങനെയായി മാറുന്നത്? ആരാണ് ഇതിലൊക്കെ പോയി ചാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊക്കെയുള്ള പ്രതികളെ കണ്ടപ്പോ മഫ്തയിട്ട പെൺകുട്ടികളാണ്. മഫ്തയും അതുപോലെ തന്നെ ഒരു വേള ഫാഷൻ പർദ്ദയും ഒക്കെ ധരിച്ചുകൊണ്ട് പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങുന്ന കുട്ടികൾ. എത്രത്തോളം ഇതേ വിദ്യാർത്ഥി തന്നെ പങ്കുവെക്കുന്ന മറ്റൊരു ഗുരുതരമായ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. വെള്ളിയാഴ്ച മാത്രമല്ല, മറ്റ് പല അവസരങ്ങളിലും നിസ്കാരത്തിന്റെ സമയത്ത് അമുസ്ലിം പെൺകുട്ടികളുടെ കൂടെ മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമികമല്ലാത്ത വേഷത്തിൽ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏർപ്പെടുത്തിയ പ്രേയർ ഹാളിലേക്ക് പോകുന്നത് കണ്ടപ്പോ ഈ വേഷത്തിൽ എന്തായാലും പോകുന്നത് നിസ്കാരത്തിനായിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്തുടർന്നപ്പോ ഈ പെൺകുട്ടികൾ ചെയ്യുന്നതെന്താണ്? പ്രേയർ ഹാളിൽ കയറിയിട്ട് തന്റെ കാമുകന്മാരെ വശീകരിക്കാൻ ആവശ്യമായ നിലക്കുള്ള മേക്കപ്പ് ഇടാനാണ് ആ റൂമിലേക്ക് കയറിയിറങ്ങുന്നത് എന്നാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇവരാരാ? നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളാണ് ഈ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ആഴത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? നമ്മളിപ്പോഴും അതിന്റെ ചികിത്സകൾ ശരിക്ക് പഠിച്ചിട്ടില്ല. എന്താണ് സുഹൃത്തുക്കളെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഇത്രത്തോളം മതപരമായ ഉത്ബോധനം നൽകപ്പെടുന്ന ഒരു സമുദായം മുസ്ലിമീങ്ങളെ പോലെ വേറെയുണ്ടോ? മറ്റു സമുദായക്കാരായ ആളുകളെ പോലെയാണോ മുസ്ലിമീങ്ങൾ? അവർക്ക് മദ്രസകളില്ലേ? അവർക്ക് ആഴ്ചതോറും ഉത്ബോധനങ്ങളില്ലേ? സെമിനാറുകളും സിംബോസിയങ്ങളും മതപ്രഭാഷണങ്ങളും നാടുതോറും എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും നിറഞ്ഞു നിൽക്കുകയല്ലേ? എന്നിട്ടും എന്റെ ഈ സമുദായത്തിലെ മെമ്പർമാരുടെ പെൺമക്കളും അതുപോലെ തന്നെ ആൺമക്കളുടെ കാര്യം ഞാൻ ഇപ്പൊ പറയുന്നില്ല, എന്തേ ഇങ്ങനെയായി തീരുന്നത്? ആരാണതിന്റെ കുറ്റക്കാർ?
ഇതൊക്കെ വായിച്ചപ്പോ ഞാൻ വായിച്ച് കേൾപ്പിച്ച ഒരു 3-4 റിപ്പോർട്ടുകൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. യാതൊരു സംശയവുമില്ല, നിങ്ങളൊക്കെ വായിച്ചപ്പോ നിങ്ങളുടെ മനസ്സ് നൊന്തിരിക്കും, വേദനിച്ചിട്ടുണ്ടാകും, നിങ്ങൾ നെടുവേർപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ മനസ്സുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ നമ്മുടെ മക്കൾക്ക് എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും ഇതിന് പരിഹാരമല്ല. ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ. അതല്ലെങ്കിൽ നാൾക്ക് നാൾ നമ്മുടെ സമുദായം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലായ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ മക്കൾക്ക് മതബോധം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഞങ്ങൾ മദ്രസ പഠിപ്പിച്ചല്ലോ, ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ചല്ലോ, അതൊക്കെ അല്ലാതെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഇതൊക്കെ നമുക്കുള്ള ന്യായീകരണങ്ങളും സ്വയം സമാധാനം കണ്ടെത്താൻ എത്രത്തോളം നമ്മുടെ മക്കൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടുവോളം എനിക്ക് ന്യായം പറയാനുള്ള കാരണങ്ങൾ മാത്രമാണ്. എന്നാൽ രോഗം കണ്ടെത്തി ചികിത്സിക്കണം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് മതബോധം കിട്ടേണ്ട കാലത്ത് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമല്ലേ? ആലോചിച്ചു നോക്കൂ. 5-ാം ക്ലാസ് വരെയാണ് നമ്മുടെ മദ്രസയുടെ ആയുസ്. ഏകദേശം ഒരു കുട്ടിക്ക് ഒരു 10 വയസ്സ് വരെ എന്ന് കൂട്ടിക്കോളൂ. ഒരു 10-12 വയസ്സ് വരെ മാക്സിമം ഏറിയാൽ കിട്ടും. 90% 5-ാം ക്ലാസിന്റെ മുമ്പ് തന്നെ കൊഴിഞ്ഞു വീഴും. 4-നും 3-നും ഒക്കെ തന്നെ അത്രയൊക്കെ മതി, അത്യാവശ്യമൊക്കെ ഇപ്പൊ കിട്ടി എന്ന് വിചാരിച്ച് രക്ഷിതാക്കളും മക്കളും ഒക്കെ പഠന രംഗത്ത് നിന്ന് മാറിപ്പോകും. കുറച്ച് ശതമാനം ആളുകൾ മാത്രം ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് വരെ പിടിച്ചു നിൽക്കും. ചിലർക്ക് അതും കിട്ടൂല, അവരെ തീരെ മദ്രസയിലേക്ക് അയക്കുക പോലുമില്ല. ചെറുപ്പത്തിലേ മീഡിയത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കും. പിന്നെ അവർക്ക് ദീൻ അവർ കേൾക്കുന്നേ ഇല്ല ഈ മക്കൾ. ഇനി മദ്രസയിൽ പോകുന്ന കുട്ടികളോ, പോകുന്ന കാലത്ത് പോലും മര്യാദക്ക് മദ്രസയിൽ ഹാജരാകുവോ? ഇല്ല. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, 5-ാം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എത്ര കുട്ടികൾ കൃത്യമായി ഒരു വർഷത്തിൽ ഹാജർ തികക്കുന്നുണ്ട്? കുട്ടികളായാലും രക്ഷിതാക്കളായാലും മദ്രസാ പഠനത്തോടൊരു ചിറ്റമ്മ നയമാണ്. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഒരു പ്രയാസവും ഇല്ലെങ്കിൽ മാത്രം കുട്ടി മദ്രസ പോയിക്കോട്ടെ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഖുർആൻ നോക്കിക്കോട്ടെ, ഹോംവർക്ക് മദ്രസയിലത്തെ ചെയ്തോട്ടെ. ഇതാണ് രക്ഷിതാക്കളിൽ നല്ലൊരു ശതമാനത്തിന്റെയും ചിന്ത. അതുകൊണ്ട് തന്നെ മദ്രസാ പഠനം തീരെ കിട്ടാത്തവർ, കിട്ടിയാൽ തന്നെ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്തവർ, സ്കൂളിൽ ഒരു 1.5 മാസം 2 മാസം മുമ്പ് ഒരു പരീക്ഷ വരാനുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ഇപ്പോഴേ മദ്രസ ലീവാക്കുന്നവർ, ഇപ്പോഴേ ആ രംഗത്ത് നിന്ന് വിട്ട് വെറും സ്കൂളിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി വടിയും അതുപോലെ തന്നെ ചീത്തവറച്ചിലുമായി പിന്നാലെ കൂടുന്ന രക്ഷിതാക്കൾ, സ്കൂളുകളിലെ മാർക്കൽപ്പം കുറഞ്ഞാൽ വളരെ രോഷാകുലരാകുന്ന രക്ഷിതാക്കൾ, മദ്രസയിൽ അവൻ തോറ്റാരും മാർക്കില്ലെങ്കിലും വായിക്കാൻ അറിയില്ലെങ്കിലും ഖുർആനിന്റെ പ്രൊനൗൺസിയേഷൻ വരെ അറിയില്ലെങ്കിലും ഒരു പരാതിയുമില്ലാത്ത രക്ഷിതാക്കൾ. നമ്മുടെ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്നത്. ശരി, അതങ്ങ് കഴിഞ്ഞ് ഒരു 10-12 വയസ്സ് കഴിഞ്ഞ് പരമപ്രധാനമായ ഒരു കുട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി അവിടുന്ന് അങ്ങോട്ടാ തുടങ്ങുന്നത്. 13-ാമത്തെ വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരപ്രായം എന്നറിയപ്പെടുന്നത്. അതാണ് ടീൻ ഏജ്. 12, 12, 13 കണ്ടോ, 13 ടീൻ എണ്ണി തുടങ്ങാൻ 13, 14, 15, 16, 17, 18, 19 പിന്നെ 20. ടീൻ എന്ന് അവസാനിക്കുന്നതാ ടീനേജ്. 13 മുതൽ 19 വരെയുള്ള കാലഘട്ടം ഒരു മനുഷ്യന്റെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടെ കരുതലോടെ രക്ഷിതാക്കളും ബന്ധപ്പെട്ട ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന പ്രായം. എന്നാലോ ഈ കാലത്ത് ഒരു ഉത്ബോധനത്തിന്റെ 5 മിനിറ്റ് പോലും ഈ കുട്ടികൾ കേൾക്കുന്നില്ല. മനസ്സിലാക്കണം, 13-ന്റെയും 19-ന്റെയും ഇടയ്ക്കുള്ള ഈ പരമപ്രധാനമായ കാലുണ്ടല്ലോ, ആ സമയത്ത് ഉത്ബോധനങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. എന്താ കാരണം എന്നറിയോ? അപ്പോഴേക്ക് കുട്ടി 9-ാം ക്ലാസ്സിലാണ്, 10-ാം ക്ലാസ്സിലാണ്, +1 ആണ്, +2 ആണ്. പിന്നെ മദ്രസ ഉണ്ടോ? പിന്നെ മദ്രസ അല്ലല്ലോ.
കാരണം എന്താ? 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ ബോർഡ് എക്സാം അല്ലേ, പിന്നെ +1 +2 അതും പ്രധാനല്ലേ. അതുകൊണ്ട് കുട്ടിനെ മദ്രസയിൽ പറഞ്ഞയക്കാൻ പറ്റൂല. എന്നാ മദ്രസ വേണ്ട, ഇതേപോലെയുള്ള ഉത്ബോധന സദസ്സുകളിൽ കൊണ്ടുവരുമോ? ഇതേപോലെയുള്ള ഉത്ബോധന സദസ്സുകളിൽ എന്താ ടീനേജുകാരെ കാണാത്തത്? ഈ സദസ്സിൽ കാണുന്നില്ല, പെൺകുട്ടികളുടെ സദസ്സിലും അവരെയും കാണുന്നില്ല. എന്താ കാണാത്തത്? എന്താ രക്ഷിതാക്കൾ കൊണ്ടുവരാത്തത്? ആളുകൾ അവർക്ക് കുട്ടികളുടെ കാരണത്തിന് അവരും പറഞ്ഞു കൊടുക്കണമെന്ന്. പാവം, എന്താ അവന്റെ പഠനഭാരം? ഉത്ബോധനം കിട്ടേണ്ട പ്രായത്തിൽ ഉത്ബോധനം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളാ കാരണക്കാര്. നമ്മൾ പറയാണെന്ത്? അവന് വൈകുന്നേരം വരെ സ്കൂള്, രാവിലെയാണ് പോകും എന്റെ കുട്ടി, വൈകുന്നേരമാണ് വരിക. വൈകുന്നേരം വന്നാൽ കുറച്ചു നേരം ഒന്ന് ഉറങ്ങാനും കൂടി സമയമില്ല. കാരണം കുട്ടിക്ക് മാർക്ക് തീരെ കുറയരുതല്ലോ. ട്യൂഷൻ സെന്ററിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകണം. പിന്നെ തളർന്നിട്ട് എന്റെ കുട്ടി വരുമ്പോ പിന്നെ അവന് ഹോംവർക്ക് ചെയ്യണം. സ്കൂളത്തെ ഭാരിച്ച ഹോംവർക്കുകളുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞ് എന്റെ കുട്ടി തളർന്നൊരൊറ്റ ഉറക്കാണ്. ശരി, ഒരൊറ്റ ഉറക്കാ കുട്ടി. ആണ്ട് ഉറങ്ങിക്കഴിഞ്ഞ് പരീക്ഷയും പഠനഭാരവും ഒക്കെ പറഞ്ഞ് രക്ഷിതാക്കൾ കുട്ടികളെ ഈ തീരുമാനത്തിന് നിന്നുകൊടുക്കുകയാണ്. രക്ഷിതാക്കളും പറയും ശരിയാണ്, ഇനി ക്ലാസ്സിനൊന്നും പോരണ്ട, നീ അതൊന്നും കേൾക്കാൻ പോരണ്ട, നീ അവിടെ പഠിക്ക്, നീ പഠിക്ക്. അവനൊരു ഭാഗത്തിരുത്തി നല്ല സൗകര്യങ്ങളായി. എത്ര തിരക്കിനിടയിലും അവർക്ക് ദീന് കേൾക്കാൻ ഒരു അവസരം നൽകാത്തതാണ് ഈ സമുദായത്തിന് സംഭവിച്ചത്. അവർക്ക് ഉത്ബോധനം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല. ഏറ്റവും പിടിക്കേണ്ട സമയമാണ് 13 മുതൽ 19 വരെയുള്ള സമയം. എത്ര 13 മുതൽ 19 വരെയുള്ള ടീനേജുകാരെ നിങ്ങൾ ഉത്ബോധനത്തിന്റെ സദസ്സുകളിൽ കാണുന്നുണ്ട്? അതിന്റെ മുമ്പ് 12 വയസ്സിന്റെ മുമ്പ് 10 വയസ്സിന്റെ മുമ്പ് അവർ മദ്രസകളിലുണ്ട്. ആ മദ്രസകളിൽ നിന്ന് കിട്ടുമ്പോ അന്ന് അവരുടെ പ്രായം പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ പൈശാചികമായ ലോകത്തിന്റെ കഠിനമായ വിളയാട്ടങ്ങൾ മനസ്സിലാക്കുന്ന പ്രായം, 24 മണിക്കൂറും സജീവമായി ശൈത്താൻ അവരെ പല രൂപത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ തിന്മയുടെ ചളിക്കുണ്ടിലേക്ക് കൊത്തി വലിച്ചു മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം. പുറത്തിറങ്ങിയാൽ, വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തിയാലും തിരിച്ചെത്തിയതിന് ശേഷവും തങ്ങളുടെ ബാപ്പ വാങ്ങിച്ചു തന്ന മൊബൈലുകളിലൂടെ, നെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, അവനവന്റെ സംവിധാനത്തിലൂടെ എല്ലാം അവരെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പൈശാചികമായ ചതിക്കുഴികൾ. ഇതൊക്കെ 24 മണിക്കൂറും ഈ നെറ്റ്വർക്ക് സജീവമാണ്. എന്നാലോ ഉത്ബോധനത്തിന്റെ ഒരു മിനിറ്റ് പോലും കിട്ടുന്നില്ല. ആലോചിച്ചു നോക്കണം. 24 മണിക്കൂറും ചെകുത്താന്റെ നെറ്റ്വർക്ക് സജീവം നമ്മുടെ മക്കൾക്ക് ചുറ്റും. ഉത്ബോധനത്തിന്റെ 1 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് പോലും നമ്മുടെ മക്കൾക്ക് ഇതിനിടയിൽ ഒരു മതപരമായ ഉത്ബോധനം കിട്ടുന്നുമില്ല. ആരെയാണ് കുറ്റം പറയേണ്ടത്? മക്കളെയാണോ? ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? രക്ഷിതാക്കളായ നമ്മൾ. മക്കൾ പറയാണ് എനിക്ക് പരീക്ഷ ഉണ്ടുപ്പാ, പഠിക്കണം, എനിക്ക് പോരാൻ പറ്റില്ല, എനിക്ക് ഖുർആൻ ക്ലാസ്, ഖുർആൻ പഠിക്കണം, QHLS, അതുപോലെ തന്നെ CRE, അതുപോലെ തന്നെ ടീനേജ് ക്ലാസ്, അതിനൊന്നും ഇന്നെ വിടരുത്, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരി, വാപ്പിയും ക്ലാസ്സിനുണ്ട് പോരും. വേണമെങ്കിൽ അവർ മതത്തിന്റെ വലിയ പ്രവർത്തകരായിരിക്കും, സ്കോഡിനൊക്കെ ഇറങ്ങണം, അമ്മയും വാപ്പിയൊക്കെ ആയിരിക്കും. പൊരയിലത്തെ സ്ഥിതി എന്താണെന്നറിയോ? സ്വന്തം വീട്ടിലെ മാറാന തട്ടിയിട്ടില്ല, എന്നിട്ടാണ് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് ശുദ്ധിയാക്കാൻ നോക്കുന്നത്. നമ്മൾ അവിടെ അവരെ ഇരുത്തി നമ്മളോട് പോന്നു. അവർ സ്വകാര്യമായിട്ട് അവരെ പഠന റൂമിൽ സ്റ്റഡി ടേബിൾ ഉണ്ട്, സ്റ്റഡി റൂമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. വാപ്പിയമ്മയൊക്കെ പുറത്ത് ദീന് കേൾക്കാൻ പോയിക്കണം. മക്കൾ പഠിച്ചോട്ടെ, അവർക്ക് വേണ്ടി പഠിച്ചോട്ടെ, അവരെ വലിയ ആൾക്കാരാവണം. അവരെ വീട്ടിൽ ഒറ്റക്ക് നിർത്തി. വാപ്പിയമ്മയൊക്കെ എല്ലാ ക്ലാസ്സിനും പലയിടത്തും ഉണ്ട്, മക്കളില്ല. മക്കളുടെ കയ്യിലോ സംവിധാനങ്ങളുണ്ട്, മൊബൈലുണ്ട്. അവർ പഠിക്കുകയാണ്, അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ നെറ്റ് സജീവമാണ്. അവർ കാണുന്ന വീഡിയോ ക്ലിപ്പുകളേത്, അവർ കേൾക്കുന്ന ഓഡിയോ സംസാരങ്ങളേത്? അശ്ലീലതയുടെ സംസാരങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ വീടിൽ നിന്ന് അവരതാ കണ്ട് രസിച്ചും കേട്ട് രസിച്ചും കൊണ്ടിരിക്കുകയാണ്. ഒരു വേള സ്വന്തം വീട്ടിൽ ഇത്തിരി സ്വാതന്ത്ര്യക്കുറവുണ്ടോ, അടുത്ത വീട്ടിലേക്ക് പോകും. കമ്പൈൻ സ്റ്റഡിയാണ്. അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് ഇവൾക്കെന്താ ഒരുമിച്ചിരുന്ന് പഠിക്കാനാ? പെൺമക്കളെയാണ് ഞാൻ ഈ പറയുന്നത്, പെൺകുട്ടികൾ തന്നെ. അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? മൊബൈലിലാ പഠിക്കുന്നത്, അല്ലെങ്കിൽ PC-യിലാണ്, തന്റേതായ കമ്പ്യൂട്ടറിലാ പഠിക്കുന്നത്.
അതിന് നെറ്റ് സൗകര്യമൊന്നുമില്ലല്ലോ, ഞാൻ നെറ്റൊന്നുമില്ലല്ലോ, അവിടെ നെറ്റൊന്നുമില്ലല്ലോ. നമ്മൾ ആശ്വസിക്കാണ്. വേണ്ട, 10ഉം 16ഉം 25ഉം 50ഉം ഒക്കെ GB മെമ്മറിയുള്ള പലരും അവരുടെ കൈകളിലുണ്ട്. വാതിലടച്ചിരുന്നവർ കമ്പ്യൂട്ടറിൽ കുത്തിക്കൊടുത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചൂടൻ രംഗങ്ങൾ, സിനിമയും അശ്ലീലതകളും അധാർമികതകളും അവർ കമ്പൈനായിരുന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാവ് അപ്പോഴും വിചാരിക്കാണ്, എന്റെ കുട്ടി നല്ല പഠനത്തിലാണ്, അവൾ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, കൃത്യസമയത്ത് ഇറങ്ങി വരും. പക്ഷേ കൃത്യസമയത്ത് പോണുണ്ട്, എവിടേക്കാ പോണെന്ന് അന്വേഷിച്ചോ? എവിടേക്കാ പോയത് എന്ന് അന്വേഷിച്ചോ? എന്റെ മോൾ അത്തരക്കാരിയല്ല. നമുക്കൊക്കെയുള്ള ഒരു ആശ്വാസമാണ്. എല്ലാവർക്കും അവരവരെ കുട്ടികളെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസമാണ്. നല്ല തന്നെയാണ്. നമ്മളൊക്കെ കുട്ടികൾ ഒരിക്കലും പഴച്ചു പോകാതിരിക്കട്ടെ. പക്ഷേ ഒരു കണ്ണ് വേണം. എവിടേക്കാ പോകുന്നത്? ആരുമായിട്ടാണ് കൂട്ട്? അവന് പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ കലാലയങ്ങളിൽ സ്കൂൾ വിടുന്ന നേരം നോക്കിയിട്ട് ഒന്ന് പോയിട്ട് നോക്കി നിൽക്കാൻ ഒരു 5 മിനിറ്റ് സമയം ചെലവാക്കൂ രക്ഷിതാക്കളെ. അവരിറങ്ങി വരുമ്പോ ആ ഇറങ്ങി വരുന്ന എന്റെ മകൻ അവരാരുമായിട്ടാണ് കൂട്ട്? എന്താണ് അവരുടെ നടപ്പിരിപ്പ്? എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകമായ സ്വഭാവങ്ങൾ? ഒന്ന് പോയി നോക്കാൻ ഏത് രക്ഷിതാക്കൾക്കായിരുന്നു സമയമുള്ളത്? ആരെങ്കിലും ഒരു രക്ഷിതാവിനോട് നിങ്ങളുടെ മോളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മതി. ആ കുടുംബ ബന്ധങ്ങൾ അതോടെ അവസാനിച്ചു. ആ ബന്ധങ്ങൾ അവിടെ അവസാനിച്ചു. എന്റെ മോളെ അത്തരക്കാരിയായിട്ട് അത്തരക്കാരനായിട്ട് അവൻ പറഞ്ഞില്ലേ, പൊറുക്കൂല ഞാൻ എന്ന് പറഞ്ഞ് ഉപദേശിച്ച ഒരു വേള എന്തെങ്കിലും ഒരു സൂചന കിട്ടിയതിന്റെ പേരിൽ അവരവരുടെ മക്കളാണെങ്കിലോ എന്നോർത്ത് മറ്റുള്ളവരുടെ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കളോട് ഒരു ഹിന്റ്, ഒരു സൂചനയായിരിക്കും ഏതെങ്കിലും ഒരു മനുഷ്യൻ നൽകിയിരിക്കുക. പക്ഷേ എനിക്ക് എന്റെ മക്കളെ കുറിച്ചുള്ള അമിതമായ വിശ്വാസം കാരണത്താൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് സഹിക്കൂല, ഞാൻ അവരെ വെറുക്കുന്നു, ഞാൻ അവർക്ക് നേരെ കയർക്കുന്നു. ഇതല്ലേ ഇന്നത്തെ സമുദായം? അതുകൊണ്ട് എന്തേ ഇവിടെ ഇങ്ങനെ ആയിത്തീർന്നത്? ഇത് ആയിത്തീരാനുള്ള സംവിധാനം നമ്മളാണ് ഒരുക്കി കൊടുത്തത് എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നമ്മുടെ പെൺമക്കൾ ഇറങ്ങിപ്പോകുമ്പോഴുള്ള വേഷം ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആലോചിച്ചു നോക്കണം. എന്റെ മകൾ എങ്ങനെയാ ഇറങ്ങിപ്പോകുന്നത്? അള്ളാഹു പറഞ്ഞ വേഷമാണോ? ഒരു മുസ്ലിം പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ധരിക്കേണ്ടുന്ന ഒരു വേഷവിധാനമില്ലേ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവളുടെ വേഷവിധാനം എന്തായിരിക്കണമെന്ന് അറിയാത്ത ഏത് മുസ്ലിം ഉമ്മയാണുള്ളത്, ഉപ്പയാണുള്ളത്? ആ വേഷത്തിലാണോ നമ്മുടെ മക്കൾ ഇറങ്ങിപ്പോകുന്നത്? പേരിനൊരു മഫ്ത ചുറ്റിയിട്ടുണ്ട്. മതബോധന്റെ മുസ്ലിം കുടുംബത്തിലെ പെണ്ണാന്നറിയാൽ എങ്ങനെ ഒരു മഫ്ത ചുറ്റിയിട്ടുണ്ട്. മഫ്ത ചുറ്റിയ എല്ലാം ആയിനാ വിചാരിച്ചത്. മഫ്ത ചുറ്റിയിട്ടാണ് വൃത്തികേടുകളിലൊക്കെ ചെയ്യുന്നത്. ഇന്ന് സിനിമാ ഹാളുകളിൽ നിന്ന് ക്യൂ നിൽക്കുന്ന, അവിടെ നിന്ന് അത് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ മുഴുവനും മഫ്ത ചുറ്റിയവരായിരുന്നു. നടുറോട്ടിൽ സ്കൂളിന്റെ സെന്റ് ഓഫ് വാർഷികം ആനയും അമ്പാരിയും അന്യ ആണുങ്ങളുടെ കൂടെ കൂത്താടിയത് മഫ്തയിട്ട നമ്മുടെ പെൺകുട്ടികളായിരുന്നു. ആലോചിച്ചു നോക്കണം, എത്ര വൃത്തികെട്ട സംസ്കാരം! മഫ്തയിട്ട അല്ലായോ? മഫ്തയല്ല. ആ മഫ്തക്കകത്ത് അവരുടെ ഒരു ഹൃദയമുണ്ട്, അതിൽ ഈമാൻ വേണം. അള്ളാ കാണുന്നു എന്ന് ഓർമ്മ വേണം. റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് നിരീക്ഷിക്കുന്നുണ്ടെന്ന ചിന്ത വേണം. ആ ബോധം കൊടുത്തിട്ടില്ല. അത് കിട്ടുന്ന സദസ്സുകളിലേക്ക് കൊണ്ടുവന്നില്ല. അവരെ പഠിക്കാൻ സ്വതന്ത്രരായി വിട്ടു നമ്മൾ. അങ്ങനെ നമ്മുടെ സമുദായം നശിച്ചുപോയി. ഇറുകിയ വസ്ത്രം ധരിച്ച്, ലെഗിൻസ് ധരിച്ച്, തുടയളവും അരക്കെട്ടും കാണിച്ച്, വൃത്തികെട്ട രൂപത്തിലുള്ള മറ്റു പല രൂപത്തിലുള്ള വേഷവിധാനങ്ങളിലും കയറി സ്കൂൾ ഡേ ദിവസങ്ങളിൽ, യൂത്ത് ഫെസ്റ്റിവലിന്റെ ദിവസങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ വളണ്ടിയർമാരാണ്. യൂത്ത് ഫെസ്റ്റിവലിന്റെ ദിവസങ്ങളിൽ, യുവജനോത്സവ ദിവസങ്ങളിൽ നമ്മുടെ മുതിർന്ന പെൺകുട്ടികൾ വളണ്ടിയർമാരാണ്. രാവും പകലും അവരവിടെ സജീവമാണ്. ആരെയാണ് ഇവർ സേവിക്കുന്നത്? അന്നവർക്ക് യൂണിഫോം ഒന്നും പ്രശ്നമല്ല, കളർ ഡ്രസ്സിലാണ്, ലെഗിൻസാണ്, ഇറുകിയ വസ്ത്രമാണ്. അരക്ക് മുകളിൽ വെട്ടിക്കളഞ്ഞ ആ രൂപത്തിലുള്ള കാൽ തുടയുടെ അളവും അരക്കെട്ടും കാണിക്കുന്ന, വയറും കാണിക്കുന്ന രൂപത്തിലുള്ള വൃത്തികെട്ട വേഷങ്ങളാണ്. മാറുമറക്കാത്ത ആ രൂപത്തിലുള്ള എല്ലാ വൃത്തികെട്ട സംസ്കാരങ്ങളുടെയും പിന്നാലെ പോകുന്ന പെൺമക്കൾ അവരിന്ന് യുവജനോത്സവങ്ങളിലെ വളണ്ടിയർമാരാണ്.
ഡാൻസുകാരികളാണ്, പാട്ടുകാരികളാണ്. ആണും പെണ്ണും ഇടർന്ന് ഒന്നിച്ചുള്ള സ്റ്റഡി ടൂറുകളിൽ നമ്മുടെ മക്കൾക്ക് കാശയച്ചു കൊടുക്കാനും ആ മക്കളെ അതിന് പറഞ്ഞയക്കാനും ഒരു മടിയുമില്ലാത്തൊരു സമുദായമായി നമ്മൾ അധപ്പതിച്ചു. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി ടൂറുകളും പഠനയാത്രകളും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മക്കൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ കാർക്കിച്ചു മുഖത്തേക്ക് തുപ്പും. ആ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള കഥകൾ അങ്ങാടി പാട്ടുകളായി മാറുകയാണ്. ആരെ? മുസ്ലിം സമുദായത്തിലെ പെൺകൊടിമാർ. അധ്യാപകനില്ലേ അവിടെ നമ്മൾ ചോദിക്കും. പാവം അധ്യാപകന്മാർ, നിസ്സഹായരാണവര്. എന്തും കാണാൻ വിധിക്കപ്പെട്ടവർ ക്യാമ്പസുകളിൽ കുട്ടികളുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് മൂകസാക്ഷികളാകേണ്ടി വരുന്ന അധ്യാപകന്മാർ. ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ധാർമ്മിക ബോധം ഉണർന്ന് ആ കുട്ടികളെ എങ്ങാനും വിളിച്ചൊരു വേള ഉപദേശിച്ചാൽ ആ അധ്യാപകന് പിന്നെ പണി കിട്ടിയത് തന്നെയാണ്. അടുത്ത ദിവസം വായിച്ചു, ഒരു കോളേജിലെ പ്രിൻസിപ്പൽ ഇരിക്കുന്ന ചെയർ വിദ്യാർത്ഥികൾ കത്തിച്ചു കളഞ്ഞു. എന്താ കാരണം? പെൺകുട്ടികളുടെ അപഥസഞ്ചാരത്തെക്കുറിച്ച് ഒന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് പോലും. ഇതാണ് ഉപദേശിക്കാൻ ചെല്ലുന്നവന്റെ സ്ഥിതി. പിന്നെ അവർ ഉപദേശിക്കോ? പിന്നെ അവർക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉപദേശിക്കാൻ കഴിയോ? ഒരു നിലക്കും കഴിയില്ല. ഈ രൂപത്തിൽ അധപ്പതിച്ചു പോകുമ്പോ ആരാണ് സഹോദരന്മാരെ, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ? ആരാണ് ഇതിന് വേണ്ട രൂപത്തിലുള്ള കളമൊരുക്കി കൊടുക്കുന്നത്? സ്കൂൾ ഡേയുടെ ദിവസങ്ങളിലും സെന്റ് ഓഫിന്റെ ദിവസങ്ങളിലും കുട്ടികൾക്ക് പ്രത്യേകം കളർ വസ്ത്രങ്ങൾ സ്കൂൾ അധികാരികൾ പറഞ്ഞതല്ല. അന്നത്തെ ദിവസം പെൺകുട്ടികൾക്ക് ചില പ്രത്യേക കളർ ഡ്രസ്സ്, ആൺകുട്ടികൾക്ക് ചില പ്രത്യേക കളർ ഡ്രസ്സ്, പല കളറിലുള്ള തുണികൾ, പല കളറിലുള്ള കുപ്പായങ്ങൾ. ആൺകുട്ടികൾക്ക് അത് യൂണിഫോം. എല്ലാവരും തീരുമാനിക്കുക. ഞാൻ അന്വേഷിച്ചു നോക്കി ഇവര് സ്കൂളിൽ ബന്ധപ്പെട്ട ഒരാളോട്, ഇത് അവിടുത്തെ അധ്യാപകർ അറിഞ്ഞിട്ടാണോ? അറിഞ്ഞിട്ടല്ല. അധ്യാപകരറിയില്ല. കുട്ടികൾ പ്ലാൻ ചെയ്യാണ്. കുട്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആൺകുട്ടികളൊക്കെ ഇന്ന ഡ്രസ്സിൽ വരണം, പെൺകുട്ടികളൊക്കെ ഇന്ന ഡ്രസ്സിൽ വരണം. അതാണ് പൊന്നാനി നടന്നതിപ്പോ. പുറത്തിറങ്ങി ആനയുണ്ട്, അമ്പാരിയുണ്ട്, ബാൻഡ് വാദ്യങ്ങളുണ്ട്, ചൂളമണിയുണ്ട്. ആണും പെണ്ണും തട്ടമിട്ട പെൺപടികൾ നിന്നിട്ട് ആണുങ്ങളുടെ കൂടെ നൃത്തമാടുന്ന കാഴ്ച നിങ്ങളൊക്കെ കണ്ടില്ലേ? എത്ര ലക്ഷം ചെലവായിട്ടുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കിയോ? ആ കാഴ്ചയുടെ പിന്നിലുള്ള ചെലവ്. ഇത് രക്ഷിതാക്കളിൽ നിന്ന് വാങ്ങിയിട്ടല്ല ഈ മക്കൾ പോയത്. സെന്റ് ഓഫിനാണ്, സ്കൂളിൽ കൊടുക്കാനുള്ള കാശാണെന്ന് പറഞ്ഞിട്ടായിരിക്കില്ലേ ഈ ആനയുടെ വാടകക്കുള്ള കാശ് കൊടുത്തത്, ബാൻഡ് വാദ്യങ്ങൾ ഏൽപ്പിച്ചത്. ഇവർ ഓരോരുത്തരും ഒരേ ഡ്രസ്സിലാണ്, ആണും പെണ്ണും. നമ്മുടെ മക്കളാണ്, ഓർക്കണം. ഇതൊന്നും വേറുള്ളടത്ത് യൂറോപ്പിലും അമേരിക്കയിലും കഥയൊന്നുമല്ല പറയുന്നത് കേട്ടോ. നമ്മളെ കുട്ടികൾ, നമ്മളവർക്ക് കാശയച്ചു കൊടുക്കുകയാണ്. ഈ തോന്നിവാസം നമ്മുടെ വിവാഹത്തിന്റെ പന്തലിൽ വരെ നടക്കുന്നുണ്ട്. നാളെ വിവാഹം നടക്കുകയാണെങ്കിൽ വിവാഹ തലേന്നും അതുപോലെ തന്നെ വിവാഹത്തിന്റെ ദിവസങ്ങളിലും ഏത് വീട്ടിലാണോ കല്യാണം നടക്കുന്നത് ആ ചെറുക്കന്റെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ബന്ധുക്കളൊക്കെ ഒരേ യൂണിഫോമിലാകണമെന്ന് ഒരു തീരുമാനം പടുത്തു തുടങ്ങിയതാണ്. ചിലരൊക്കെ മഞ്ഞ ഡ്രസ്സ്, മഞ്ഞ കല്യാണം എന്ന പേര്, ഒരേ ഡ്രസ്സ്. എന്നിട്ട് വിഡ്ഢികളായ രക്ഷിതാക്കൾ ഇതിനൊക്കെ കാശയച്ചു കൊടുക്കുക. എന്താ? കല്യാണത്തിന് ഒരേ യൂണിഫോം ഉണ്ടാക്കണം. അപ്പൊ എന്താ ഡ്രസ്സ്? ഒരു ശൈത്താൻ തീരുമാനിച്ചു, ഇന്നതാണ് നമ്മളെ യൂണിഫോം. കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും അതിന്റെ അടിയിൽ ഒപ്പിട്ടു. എല്ലാവരും കാശയച്ചു കൊടുത്തു. തുണിഷാപ്പിലേക്ക് പോവുകയാണ്. ആരാ പോകുന്നത്? രക്ഷിതാക്കളൊന്നല്ലേ. ഇന്നൊന്നും പോരണ്ട, പാപ്പ പോരണ്ടാക്കി ഞങ്ങൾ നോയിക്കോളാം. അവര് ബസ് കയറി, വാഹനം കയറി, ധാരാളക്കണക്കിന് ഡ്രസ്സുകൾ കിട്ടുന്ന സ്വന്തം നാടുണ്ടെങ്കിലും എപ്പോഴും ഡ്രസ്സ് എടുക്കുക. പാലക്കാടുള്ളവന് എറണാകുളത്ത് പോകണം, എറണാകുളത്തുള്ളവൻ പാലക്കാട് പോകണം, അപ്പോഴേ ഡ്രസ്സ് ഇട്ടുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ഒരു അധികൃത നിയമമാണ്. എത്ര വലിയ ജൗളിക്കടകളും ടെക്സ്റ്റൈൽസും ഉണ്ടായാലും വേണ്ടില്ല, ഒരു സ്ഥലത്ത് ഏറ്റവും മുന്തിയ ഡ്രസ് ഉണ്ടായാലും അത് മോശ. ഒരു 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കാർ ഓടാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ഞാൻ വാങ്ങിയത് എന്നാണ്. ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സംസ്കാരം പണം അയച്ചു കൊടുക്കുന്നതാരാ? നമ്മൾ തന്നെ. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലില്ലേ? നമ്മുടെ ബന്ധപ്പെട്ടവരിലില്ലേ? എന്താ നമ്മളൊരു ചെറുവിരൽ പോലും മനക്കാത്തത്? ഇവിടെയാണ് നമ്മുടെ പരാജയം. എന്തിന് മക്കളെ കുറ്റം പറയണം? രക്ഷിതാക്കളായ നമ്മളാണ് ഒന്നാമത്തെ പ്രതികൾ. വളരെ ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് ഇതിലെ ഒന്നാമത്തെ പ്രതികൾ. ഈ രൂപത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട സംവിധാനങ്ങളിലേക്ക് നമ്മുടെ സമുദായം നീങ്ങുകയാണ്. അവരാണ് അതിന് അനുവാദം നൽകുന്നത്. ബൈക്കിലും കാറിലുമൊക്കെ ആൺകുട്ടികളുടെ കൂടെ ചുറ്റിക്കറങ്ങുകയാണ്. പേരിന് ഞാൻ ചോദിച്ചാൽ പറയും, കൃത്യസമയത്ത് പോയിട്ടുണ്ട്, കൃത്യസമയത്തിന്റെ മോള് വരുന്നുണ്ടല്ലോ. ശരിയാണ്,
കൃത്യസമയത്ത് പോണുണ്ട്, കൃത്യസമയത്ത് കൊണ്ടുവന്ന് വിടുന്നുണ്ട്. ആരാ വിടുന്നെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, എവിടേക്കാ പോയതെന്ന് അറിഞ്ഞിട്ടില്ല, എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാ വന്നതെന്ന് അറിഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ വളരെ വൃത്തികെട്ട ഒരു അധപ്പതനത്തിന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ സമുദായം പോകുമ്പോ പ്രിയമുള്ളവരെ, എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെയൊക്കെ പുറമെ ഇപ്പൊ പത്രങ്ങളിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നം എന്താ? ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഫോട്ടോ എടുത്തു, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അതിനേക്കാൾ വലിയ വാർത്തയായിട്ട് എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. രാത്രിയിൽ യാത്ര പോയ ഒരു പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടുപോയി, അവളെ പീഡിപ്പിച്ചു. എല്ലാ ചാനലുകളും ഇരുന്ന് കരയാണ്. വളരെ സജീവമായ ചർച്ചയാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചൊരു പാവപ്പെട്ട മനുഷ്യനെ തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ ഒരു ഫൈസൽ അതിനിഷ്ഠൂരമായി വധിക്കപ്പെട്ടിട്ട് ഇവിടെയുള്ള ചാനലുകാർ പലരും അതറിഞ്ഞതുപോലുമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. എവിടെ എത്തി നമ്മുടെ സംസ്കാരം? എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത്? നമ്മൾ മനസ്സിലാക്കണം. സിനിമാ പ്രവർത്തകന്മാര്, ചലച്ചിത്ര പ്രവർത്തകന്മാര് അവർ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ എത്രത്തോളം മലീമസമാണ് എന്ന് ആ മേഖലയിലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ ഒരു പാഠമായിരിക്കട്ടെ ഈ സംഭവം എന്നാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ളത്. എന്താണ് ഇവിടെ ചലച്ചിത്ര പ്രവർത്തകന്മാര് പുറത്തേക്ക് വിടുന്ന സംസ്കാരം? എന്താണ് ഈ രാജ്യത്തെ സിനിമാക്കാര് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് നടീനടന്മാർ ഈ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ്? എന്താണ്? ബലാത്സംഗം ചെയ്തോളാൻ, കൂട്ടിക്കൊടുപ്പ് നടത്താൻ, അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടാൻ, സ്വന്തം മാതാവിനെയും പിതാവിനെയും വളർത്തിയുണ്ടാക്കിയ കുടുംബത്തെയും അവഗണിച്ചുകൊണ്ട് ഇന്ന് കണ്ട ഒരുത്തന്റെ പിന്നാലെ ഓടിപ്പോകാൻ, രജിസ്റ്റർ വിവാഹം നടത്താൻ, മദ്യം സേവിക്കാൻ, മയക്കുമരുന്ന് കൊണ്ടു നടക്കാൻ, അതുപോലെ തന്നെ കൊലപാതകം നടത്താൻ, അതുപോലെ തന്നെ വഴിവിട്ട രൂപത്തിലുള്ള എല്ലാ അപഥസഞ്ചാരങ്ങളും നടത്താൻ, മേനിയുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ, അത് പ്രദർശിപ്പിച്ചിട്ട് അത് ഫോണിലും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളിലൂടെയും വീഡിയോയിൽ പകർത്തിയിട്ട് അത് മുഖേന ബ്ലാക്ക് മെയിൽ ചെയ്ത് പണമുണ്ടാക്കാൻ, കൊട്ടേഷൻ സംഘത്തെ കൊല്ലാനും ആക്രമിക്കാനും ഏൽപ്പിക്കാൻ, ഇതൊക്കെയല്ലേ നമ്മുടെ സംസ്കാരം, സിനിമാ സംസ്കാരം സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ? അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുകയാണിപ്പോ. മനസ്സിലാക്കണം, അതിന്റെ എല്ലാ ഇരകളുമായി നമ്മുടെ കുട്ടികൾ മാറുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒക്കെ കാരണം. അവര് പടച്ചുവിടുന്ന എല്ലാവിധത്തിലുള്ള സംസ്കാരങ്ങളും ആ സംസ്കാരങ്ങളൊക്കെ അണ്ണാക്ക് തൊടാതെ നമ്മൾ വാരി വിഴുങ്ങുകയാണ്. അരുതേ എന്ന് പറയുന്ന വേദികളിലേക്കൊന്നും നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറുമില്ല, ഇനിയും തയ്യാറാവില്ല. ഇനിയും ഇപ്പൊ അതൊക്കെ നമ്മൾ കേട്ടാലും നമ്മൾ എന്തേ പറയുള്ളൂ? അവൻ പഠിക്കല്ലേ, അവന് ട്യൂഷനില്ലേ, അവൻ ഒരുപാട് ഭാരിച്ച ഹോംവർക്കുകളില്ലേ, അവൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ പോട്ടെ ക്ലാസ്സിന് എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഞാൻ പഠിക്കട്ടെ, ഞാൻ മനസ്സിലാക്കട്ടെ. അവരിങ്ങനെ വേറൊരു ലോകത്ത്, നമ്മൾ ഇങ്ങനെ വേറൊരു ലോകത്തും. ഇങ്ങനെ ബന്ധമില്ലാതെ ജീവിച്ചാൽ സഹോദരന്മാരെ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടും. സാധാരണഗതിയിൽ പലപ്പോഴും ഒരു ചൊല്ല് പറയാറുണ്ട്, ഉടുമുണ്ടും മക്കളും അഴിഞ്ഞു വീഴുന്നതിന്റെ മുമ്പേ പിടിച്ചോളണമെന്ന്. അഴിഞ്ഞു വീണിട്ട് പിന്നെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉടുത്ത മുണ്ടും സ്വന്തം മക്കളെയും അഴിഞ്ഞു വീഴുന്നതിന്റെ മുമ്പ് പിടിച്ചോളണമെന്ന്. അഴിഞ്ഞു വീഴുന്നതിന്റെ മുമ്പാ പിടിക്കേണ്ടത്. നമ്മളെ റോട്ടിലേക്ക് ഇറങ്ങി നമ്മളെ തുണി എങ്ങനെയുണ്ട് അഴിഞ്ഞു വീഴാണ്. അഴിഞ്ഞു വീണിട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാണേണ്ടതൊക്കെ കണ്ടില്ലേ? ഇനിയിപ്പോ അതെടുത്ത് വാരിപ്പൊത്തിയിട്ട് എന്താ കാര്യം? അത് വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോഴേക്ക് മുറുക്കി പിടിക്കാൻ നമുക്ക് കഴിയണം. ഇതേപോലെ നമ്മുടെ മക്കളും അവര് നാശത്തിന്റെ അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകുന്നു എന്നറിയുമ്പോഴേക്ക് അവരെ കുറിച്ചുള്ള അമിതമായ വിശ്വാസക്കേട് മാറ്റിവെച്ചിട്ട് എന്നാൽ ശുദ്ധ മനസ്കരായ കുട്ടികളെ സംശയിക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. നല്ല മക്കളുണ്ട്, നല്ല ദീനീബോധത്തിൽ വളരുന്ന മക്കളുണ്ട്. അള്ളാഹു അത്തരം മക്കളെ നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷേ പതിവ് പോലെയുള്ള എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് തികഞ്ഞ അമിതമായ ആത്മവിശ്വാസത്തോടെ എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് മുഴുവനായി അങ്ങ് തീരെ എഴുതി ഒപ്പിടരുത്. ഒരു കണ്ണ് വേണം. ശൈത്താൻ ആരെയും പഴപ്പിക്കാൻ, ആരെയും നശിപ്പിക്കാൻ,
അതുകൊണ്ട് ആ മക്കൾ പിടുത്തം വിട്ട് അഴിഞ്ഞു വീഴുന്നതിന്റെ മുമ്പേ അവരെ പിടിച്ചോളണം. എല്ലാം കഴിഞ്ഞ് പോയിട്ട് പിന്നെ പിടിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവൂല. ഇതിനെന്താ പരിഹാരം? പരിഹാരം അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലേക്ക് മടങ്ങൽ മാത്രമേ പരിഹാരമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റബ്ബിന്റെ വിധിവിലക്കുകളിലേക്ക് മടങ്ങൽ മാത്രമേ പരിഹാരമുള്ളൂ. ഇസ്ലാം പറയുന്നു പരിശുദ്ധ ജീവിതം നയിക്കണം. നമ്മൾ കുറെ പ്രശ്നം പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പ്രശ്നങ്ങൾക്കുള്ള കാരണം കണ്ടെത്തി ഇനി നമ്മൾ അതിന്റെ പരിഹാരം കാണണം. എന്താ പരിഹാരം? ഇത് തന്നെയാ പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മനുഷ്യന്മാർക്കിടയിൽ, ജനതക്കിടയിൽ പവിത്രതയും പരിശുദ്ധിയും നിലനിർത്തുവാൻ ആവശ്യമായ ചില സംസ്കാരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ജനത വിട്ടുപോയതാണ് എല്ലാ ആപത്തിന്റെയും കാരണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഇടപഴകണമെങ്കിൽ, അവർക്ക് ശാരീരികമായി അവരുടെ ആശകൾ പങ്കുവെക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ, വിവാഹം എന്ന് പറയുന്ന മാർഗം. വിവാഹമല്ലാത്ത ബന്ധങ്ങൾ അതിന്റെ മുമ്പോ വിവാഹത്തിന് ശേഷമോ മറ്റുള്ളവരിലേക്കുള്ള ബന്ധങ്ങൾ നീങ്ങുന്നത് തികഞ്ഞ വഞ്ചനയാണെന്നും കടുത്ത കുറ്റമാണെന്നും ഈ ഏറ്റവും വലിയ വൃത്തികെട്ട സംസ്കാരമാണതെന്നും അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? വലാ തഖറബുസ് സിനാ, നിങ്ങൾ വേശ്യാവൃത്തിയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് പോകരുതെന്നല്ല പറഞ്ഞത്. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് ഏറ്റവും വൃത്തികെട്ട സംസ്കാരമാണ്, മാർഗത്താൽ ഏറ്റവും ദുഷിച്ചതുമാകുന്നു. അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. ഇത് നമ്മുടെ ടീനേജ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ബോധം. ആ പകർന്നു കൊടുക്കുന്നതിന്റെ മുമ്പ് ആരാ അള്ളാഹ് ആദ്യം പറഞ്ഞു കൊടുക്കണം. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം പഠിപ്പിച്ച് ഈ സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ഇതിന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചേ പറ്റൂ സഹോദരങ്ങളെ. അല്ലാതെ നിവൃത്തിയില്ല. മുറാഖബത്തുള്ള, അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹ് കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ അല്ലാതെ ആർക്ക് സാധിക്കും നമ്മുടെ മക്കളെ 24 മണിക്കൂറും വാച്ച് ചെയ്ത് പിന്നാലെ നടക്കാൻ? ആർക്ക് സാധിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ എവിടെയൊക്കെ പോയി എന്ന് പിന്നാലെ നടക്കാൻ? സാധിക്കുമോ? ഒരു ബാപ്പാക്കും ഒരു ഉമ്മാക്കും കഴിയുന്ന കാര്യമല്ലത്, പ്രായോഗികമല്ലാതെ കുട്ടികളെ പിന്നാലെ നടക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ അവരെവിടെയാണെങ്കിലും അവരെ നിരീക്ഷിക്കുന്ന ഉമ്മയല്ല ഉപ്പയല്ല, എന്നെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ടെന്ന കൃത്യമായ തികഞ്ഞ ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങാൻ ആവശ്യമായ ഉത്ബോധനങ്ങൾ അവർക്ക് നാൾക്ക് നാൾ കിട്ടിക്കൊണ്ടിരിക്കണം. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും വീടുകളിൽ നിന്ന് ഉമ്മയും ഉപ്പയും അത് നിരന്തരവും പറഞ്ഞുകൊണ്ടിരിക്കണം. പുറത്തുള്ള ക്ലാസ്സുകളിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ എന്നും നിങ്ങളുടെ അടുത്താണ് നിങ്ങളുടെ മകനും മകളും. അവർക്ക് ആ ഉത്ബോധനം ഉപ്പയുടെ ഉമ്മയുടെ ചുണ്ടുകളിലൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, മറ്റുള്ള അവസരങ്ങളിൽ, മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ, ആ ഉത്ബോധനങ്ങൾ നൽകാൻ വേണ്ടി മാത്രം വീട്ടിലൊരു സദസ്സ് കൂട്ടണമെന്നല്ല ഈ പറയുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വേണ്ട രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അപ്പപ്പോ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ? 24 മണിക്കൂറും ശൈത്താന്റെ മാടി വിളിക്കൽ സജീവമാണ്. നമ്മളോ 1 മിനിറ്റ് പോലും സജീവവുമല്ല. എങ്കിൽ എന്ത് സംഭവിക്കും? അതേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതേ ഇനിയും സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞില്ല. അത് മാത്രമല്ല പറഞ്ഞത്, വ്യഭിചാരത്തോട് അടുക്കാനുള്ള എല്ലാ കവാടങ്ങളും മുറിച്ചാണ് കളഞ്ഞു വിശുദ്ധ ഇസ്ലാം. ആദ്യം തന്നെ പറഞ്ഞത് നോട്ടം നിയന്ത്രിക്കാനാണ്. നമ്മുടെ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ വ്യഭിചാരത്തിലേക്ക് ഒരൊറ്റ ദിവസം പോയാണ് ചാടലല്ല. ഒരൊറ്റ ദിവസം ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടി പോകലല്ല. ഒരൊറ്റ ദിവസം ഒരു കാമുകന്റെ ബൈക്കിൽ ചുറ്റിക്കറങ്ങലല്ല. ഒരൊറ്റ ദിവസം പെട്ടെന്ന് ചില ചെറുപ്പക്കാരുള്ള കാറിലേക്ക് നമ്മുടെ പെൺമക്കൾ കയറിക്കൂടുന്നതല്ല. ഒരൊറ്റ ദിവസം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ സിനിമാശാലകളിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബാൽക്കണിയിൽ നിന്ന് സിനിമ കണ്ട് ആസ്വദിക്കുന്നതല്ല. അതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അവിടേക്കൊക്കെ എത്തുന്നതിന്റെ മുമ്പേ ചില വാതിലുകൾ അവർ തുറന്നിട്ടുണ്ട്. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചില കടമ്പകൾ കടന്നിട്ട് അതൊക്കെ അവസാനം. അതുകൊണ്ട് ആദ്യം ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ആശ തുടങ്ങാൻ കാരണമായ നോട്ടത്തെ തന്നെ ഇസ്ലാം നിയന്ത്രിച്ചു. അവിടെ മുതൽക്ക് തുടങ്ങി ഇസ്ലാമിന്റെ വിരോധങ്ങൾ, ഇസ്ലാമിന്റെ നിരോധനങ്ങൾ. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും.
സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, അവർ അവരുടെ ദൃഷ്ടികൾ അരിതായ്മകളിൽ നിന്ന് താഴ്ത്തട്ടെ. പുരുഷന്മാരോട് പറഞ്ഞു, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സ്ത്രീകളോടും പറഞ്ഞു അടുത്ത ആയത്തിൽ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹും, ആ സ്ത്രീകളും അവരുടെ ദൃഷ്ടികൾ അനാവശ്യമായ നോട്ടങ്ങളിൽ നിന്ന് താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ മേനിയുടെ അലങ്കാരത്തെ അവർ ഒരിക്കലും പ്രദർശിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ. തന്റെ മേനിയുടെ അഴക്, തന്റെ ശരീരത്തിന്റെ അഴക്, അത് പ്രദർശിപ്പിക്കൽ അനുവദിക്കപ്പെട്ട ഈ ഭാഗങ്ങളെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറമുള്ളവരുടെ മുമ്പിൽ അവരുടേതായ അലങ്കാരങ്ങളെ അവർ വെളിവാക്കുകയും അരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നോട്ടം നിയന്ത്രിക്കാൻ ആദ്യം പറഞ്ഞു. നോട്ടത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്ലീസ് എയ്യുന്ന അമ്പുകളിൽ ഒന്നാമത്തെ അമ്പാണ് നോട്ടം. നോട്ടത്തിലൂടെയാണ് മനുഷ്യൻ ഒരാളെ കാണുന്നത്. അവിടെ മുതൽക്കാ തുടങ്ങുന്നത്. ഒരു അറബി കവിതയിൽ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന 6 കടമ്പകൾ പറയുന്നുണ്ട്. നളറത്തുൻ സുമ്മ ഇബ്തിസാമുൻ വസലാം വകലാമുൻ സുമ്മ മൗഈദുൻ ലിഖാ. 6 പറഞ്ഞത്. നളറത്ത് ആദ്യം നോട്ടം. നോട്ടം കഴിഞ്ഞ് കുറെ ദിവസം ഇങ്ങനെ നോക്കി പിന്നെ ഇബ്തിസാം, പുഞ്ചിരിക്കൽ തുടങ്ങി. പിന്നെ സലാം പറയാൻ തുടങ്ങി, വെറും സലാമായി. പിന്നെ കലാം, പിന്നെ മറ്റു സംസാരങ്ങളിലേക്ക് നീങ്ങി. പിന്നെ മൗഇദ് നമ്മള് ടൈം പറഞ്ഞു, എവിടെ വെച്ചാ നമ്മൾ കാണേണ്ടത്, എവിടുന്നായാലും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ മൗഇദുകളായി, വാഗ്ദത്ത സമയങ്ങളായി. അവസാനം ലിഖാ, നടക്കേണ്ടതെല്ലാം നടന്നു, സംഗമിച്ചു. നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു. ഇസ്ലാം ഈ 6 കടമ്പകളെയും, ഈ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ കടമ്പകളെയും, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് നോട്ടം, അൽ ഐനാനി സിനാഹും എന്നവർ, 2 കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് അനാവശ്യത്തിലേക്കുള്ള നോട്ടം. 2 കാതുകളുടെ വ്യഭിചാരമാണ് അശ്ലീലങ്ങൾ കേൾക്കൽ. നാവിന്റെ വ്യഭിചാരമാണ് അനാവശ്യങ്ങൾ സംസാരിക്കൽ. കൈയുടെ വ്യഭിചാരമാണ് അനർഹമായത് സ്പർശിക്കൽ. കാലിന്റെ വ്യഭിചാരമാണ് അനർഹമായ കാര്യത്തിലേക്ക് നടന്നു പോകൽ. എല്ലാം പറഞ്ഞു. ഒരാണും ഒരു പെണ്ണും ഒറ്റക്കൊരിടത്താവരുത്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു സ്ത്രീയും, അന്യപുരുഷ സ്ത്രീകളും ഒരൊറ്റ സ്ഥലത്ത് അവർ തനിച്ചാവരുത്. അവിടെ മൂന്നാമനായിട്ട് ശൈത്താൻ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ ഗൗരവമല്ലേ? ഏതെല്ലാം കവാടങ്ങളുണ്ടോ എല്ലാം അടച്ചു. സ്ത്രീയുടെ ത്രസിപ്പിക്കുന്ന അവളുടെ വൈകാരികതയെ, പരപുരുഷന്മാരെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്ന നിലക്കുള്ള വേഷവിധാനങ്ങൾ ധരിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. ആവശ്യത്തിനല്ലാതെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അനിവാര്യ സന്ദർഭങ്ങളിൽ, അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ വീട്ടിന്റെ അകത്തിരിക്കേണ്ടവരാണ്. വലാ തബറജ്ന, ഇനി ഇറങ്ങിയാ തന്നെ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ആദ്യകാലത്തുള്ള അന്ധകാര കാലഘട്ടത്തിലെ ആ രൂപത്തിലുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട്, ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറങ്ങല്ല പെണ്ണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ആദ്യകാല ജാഹിലിയ സമൂഹത്തിലെ സ്ത്രീകൾ അവരുടെ മാറ് പ്രദർശിപ്പിച്ചു, അവരുടെ ശരീരത്തിന്റെ ലാവണ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയവരാണ്. അങ്ങനെ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞു. ഏതൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ടോ എല്ലാം നിയന്ത്രിക്കാൻ പറഞ്ഞു. അന്യപുരുഷനോട് സംസാരിക്കുമ്പവരെ നിന്റെ സംസാരം നീ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടാകരുതെന്ന് പറഞ്ഞില്ലേ? വലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഓ സ്ത്രീകളെ, നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോ നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് സംസാരിക്കല്ലേ.
അങ്ങനെ നിങ്ങളുടെ ആ സംസാരം കേട്ടുകഴിഞ്ഞാൽ മനസ്സിൽ ചില രോഗങ്ങളൊക്കെ വെച്ച് നടക്കുന്ന ചില ആണുങ്ങൾക്ക് ആ സംസാരം കേൾക്കുമ്പോ ചില രോഗങ്ങളൊക്കെ അവർക്ക് ഇളകും. അതിന് നിങ്ങൾ കാരണക്കാരാവരുതേ. മാന്യമായേ സംസാരിക്കാവൂ. മാന്യത വിട്ട കൊഞ്ചിക്കൊഴഞ്ഞ സംസാരം പോലും പാടില്ല. നിന്റെ ശരീരത്തിൽ നീ കിലുക്കമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. കിലുക്കമുള്ള ആഭരണങ്ങൾ വേണ്ട. അവരുടെ ഒളിച്ചു വെക്കപ്പെട്ട ഭംഗിയും അലങ്കാരവും മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിക്കാൻ തക്ക രൂപത്തിൽ നിങ്ങളുടെ കാലുകൾ കൊട്ടരുത്. അഥവാ കിലുകിലുക്കുന്ന ശബ്ദമുള്ള ആടയാഭരണങ്ങൾ ധരിച്ചു പോലും നിങ്ങൾ ഇറങ്ങരുത്. സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി പെണ്ണ്, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണ്, അവൾ വേശ്യയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്തിനെ കുറിച്ചാണ് പറയാത്തത്? ഇതൊക്കെ പറഞ്ഞപ്പോ സമൂഹം വിളിച്ചു പറഞ്ഞു, കണ്ടോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സ്വാതന്ത്ര്യം നശിപ്പിക്കുകയാണ്, പെണ്ണിന് 100 നിയമങ്ങളാണ്, പെണ്ണിനെയാകെ തളച്ചിടുകയാണ്, പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. എന്നാൽ ഇസ്ലാം പറഞ്ഞത് അതല്ല. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വനിസായിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين. നബിയേ, താങ്കളുടെ മക്കളോടും താങ്കളുടെ ഭാര്യമാരോടും മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും ഒക്കെ പറഞ്ഞേക്ക്, എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞേക്കൂ. എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ പർദ്ദ ധരിക്കട്ടെ, ലൂസുള്ള വസ്ത്രം കൊണ്ട് ശരീരം മറക്കട്ടെ. അതാണ് അവർക്ക് മാന്യരാണ്. ആ പെണ്ണ് മാന്യതയുള്ള പെണ്ണാണെന്ന് അറിയപ്പെടാനും അവൾ ദ്രോഹിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ പെണ്ണിനെ പർദ്ദക്കുള്ളിൽ തളച്ചിടുന്നു, പെണ്ണിനെ ഏറ്റവും നിയമങ്ങളാൽ വരിഞ്ഞു മുറുക്കുന്നു, പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയാണ് എന്നൊക്കെ സ്ത്രീപക്ഷവാദികളും സ്ത്രീ വിമോചക സംഘടനകളുമൊക്കെ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും നടത്തുമ്പോ, ഓ മുസ്ലിം സമുദായമേ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് മുഖേന മാത്രമേ ഈ സമുദായം രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കും ചെയ്യാ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ഇതേ ഇതിന് പരിഹാരമുള്ളൂ.